നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ഡബിൾ ഹൈറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഭംഗിയായിട്ട് അതിന് ഓരോ കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. മെറ്റൽ ആർട്ട് വരുന്നുണ്ട്, ക്ലോക്ക് വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വുഡിൻ്റെ ടെക്സ്ചർ മേലെ വരെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു LED സ്ട്രിപ്പ് ഇങ്ങനെ ഭംഗിയായിട്ട് ഓടിച്ചിട്ടുണ്ട്. അതിന് മേലെയായിട്ടും ഭംഗിയായിട്ടാണ് വിൻഡോസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതും വുഡിൻ്റെ പാനൽ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. എന്നും ഒരു കാലത്ത് ഒരാളും കുറവ് പറയാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കോർട്ട്യാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതും ഡൈനിങ് എന്നുള്ളൊരു എൻട്രൻസിലായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നല്ലൊരു കോർട്ട്യാർഡ് കിട്ടിയിട്ടുണ്ട്. ബാംബൂസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, പെബിൾസ് വിരിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു കോർട്ട്യാർഡും അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസും ഭംഗിയുള്ളൊരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. DB യൂണിറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് പാനൽ ചെയ്ത് ഒതുക്കിയിട്ടുള്ളത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനോട് അടുത്തായിട്ടൊരു വില്ല പ്രോജക്റ്റിനകത്താണ് വന്നുള്ളത്. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റൂട്ടിലേക്ക് 250 മീറ്ററാണ് ദൂരം വരുന്നത്. എടപ്പള്ളി ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ലൊക്കേഷനിൽ 4 സെൻറ്റും 100 ലിങ്ക്സും വരുന്ന ഭൂമിയിൽ 2020 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ എലിവേഷൻ്റെ പാറ്റേണും അതിൻ്റെ കളർ ടോണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ മതിലിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റ് വരുന്നുണ്ട്, ടെക്സ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ മേലെയായിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനിൽ ഗ്ലാസിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ ലൈറ്റ് കൊടുത്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു സൈഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും. നേരെ പോർച്ചിലേക്കാണ് നമ്മൾ വരുന്നത്. ഇങ്ങനെ നല്ല വലിപ്പമുള്ളൊരു പോർച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഒരു SUV സെഡാനോ ഏത് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്ന തെക്ക് ഭാഗമാണ്. നന്നായിട്ട് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോർട്ട്യാർഡ് എന്ന് വരുന്ന എൻട്രൻസ് ആണ്. ബാമ്പു ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. നേരെ നമുക്കിനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. പടിഞ്ഞാറ് ഭാഗത്തും വലിപ്പമുള്ളൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ വെള്ളത്തിനും മറ്റു കാര്യത്തിനൊന്നും ക്ഷാമമില്ല. പിന്നെ എടുത്തു പറയേണ്ടത് നല്ലൊരു ഫൗണ്ടനും നല്ലൊരു ഗാർഡനും ഒക്കെ ചെയ്ത് ഇവിടെയും മനോഹരമാക്കിയിട്ടുണ്ട്. അക്വേറിയം പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗം വരുന്നത് വടക്ക് വശമാണ്. വടക്ക് വശം കൈവീശി നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിന് ഫ്രണ്ടിലായിട്ട്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഒരു 2 ചെയർ ഈസി ആയിട്ട് ഇടാവുന്ന രീതിയിൽ നല്ലൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. വെസ്റ്റിലേക്കാണ് ഡോറ് വന്നിട്ടുള്ളത്. അതായത് വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടാണ്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. ഡോറിൻ്റെ ഡിസൈനെ കുറിച്ചൊന്ന് പറയാം. മനോഹരമായിട്ട് ഡോറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിലാണെന്നുണ്ടെങ്കിലും ഫുള്ള് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈൻ പാറ്റേണൊക്കെ ഭംഗിയായിട്ടുണ്ട്. ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആണ്. മാത്രമല്ല ഈ ലിവിങ് സ്പേസ് മൊത്തമായിട്ട് വാൾപേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ജനലിൻ്റെ പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ളൊരു ജനൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് പാനൽ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭാഗം വരുന്നത് വടക്ക് വശമാണ്, ഇത് പടിഞ്ഞാറ് വശമാണ്. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. അതിന് മേലെയായിട്ടും LED ലൈറ്റുകളും സ്ട്രിപ്പുകളും വുഡിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെയാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് നല്ലൊരു മെറ്റൽ ആർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് ഒരു ക്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഒരു വുഡിൻ്റെ ടെക്സ്റ്റ് കൊടുത്തിട്ട് സ്പോട്ട് LED ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 പാളി ജനലാണ് ഫുൾ പാനൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്.
പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു വാഷ് ഏരിയയാണ് ഈ കാണുന്നത്. പെബിൾസ് വിരിച്ചിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഒരു കൗണ്ടർ വാഷ് ബേസിൻ തന്നെയാണ് വന്നുള്ളത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ സ്റ്റോറേജ് സ്പേസ് ആയി കൊടുത്ത് നല്ലൊരു വാഷ് ഏരിയ നമുക്ക് കിട്ടി. നേരെ നമുക്ക് കോർട്ട്യാർഡിലേക്ക് വരാം. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നല്ലൊരു കോർട്ട്യാർഡ് കിട്ടിയിട്ടുണ്ട്, ബാംബൂസ് ഒക്കെ കൊടുത്ത്, പിന്നെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിന് താഴെയായിട്ട്, അതായത് സ്റ്റെയറിന് ഭാഗത്തായിട്ട് നല്ലൊരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. എമറാൾഡ് ട്രീസ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇവിടെയായിട്ട് ഒരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകുന്ന ഡോറ്, അതായത് കിച്ചൻ്റെ ഡോറ് വരുന്നത് പോർച്ചുഗൽ വിൻഡോസ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കാണ്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഹുഡും ഹോബും അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അപ്പം കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നമുക്ക് പാചകം ചെയ്യാവുന്നതാണ്. ഒരു എൽ ഷേപ്പിലാണ് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും സെറയുടെ 2 ടാപ്പും വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ധാരാളം പവർ പോയിന്റുകളെല്ലാം കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക്. നേരെ കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നല്ല ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. മാറ്റ് ടൈലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അലക്കല് കൊടുത്തിട്ടുണ്ട്. ചുറ്റും പുറം നടക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡോർസുകളാണ്. എല്ലാ ഡോറുകളും പോളിഷ് ചെയ്ത് മരത്തിൻ്റെ തനത് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. 13 അടി നീളം വന്നിട്ടുണ്ട്, 12 അടിയോളം വീതിയുമുണ്ട്. വലിപ്പമുള്ളൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വശം വരുന്നത് കിഴക്ക് വശമാണ്. കിഴക്ക് വശത്തെ ഭിത്തിയിൽ വാൾപേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ മേലായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭിത്തിയുടെ കളർ ടോൺ മാറിയിരിക്കുന്നത് കാരണം ഹെഡ് പൊസിഷൻ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാവുന്നതാണ്. അതായത് ബെഡ് ഇടുമ്പോൾ കിഴക്ക് വശത്തേക്ക് ഹെഡ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ബെഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ആക്കുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്തും ഡ്രസ്സിംഗ് ടേബിളും സ്റ്റോറേജ് സ്പേസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ ടൈൽ പാറ്റേൺ ആണെങ്കിലും ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടൈൽ പാറ്റേൺ തന്നെയാണ്. ഭംഗിയുള്ള ടൈൽ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഒരു മാറ്റ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഗ്ലോസിയാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് വാഷ് ബേസും വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ്. മിറർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷവർ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. ടെലിഫോൺ ഷവർ വരുന്നുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ടാണ് സീൽ ചെയ്തിട്ട് അതിൽ നിന്നാണ് LED ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ടവൽ റാഡ് മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോറാണ് വന്നുള്ളത്. നേരെ നമുക്കിനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. എടുത്തു പറയേണ്ടത് എല്ലാ ഡോറുകളും വെറുതെ പോളിഷ് ചെയ്തിട്ട് തനത് നിറം തന്നെയാണ് നോക്കിയിട്ടുള്ളത്. നേരെ ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. വുഡിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് കയറി ലാൻഡ് ചെയ്ത് നിന്നതിന് ശേഷം വീണ്ടും കയറാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ഗ്ലാസ്, അതിന് കൂടെ തന്നെ വുഡിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് പെർഗോളാസ് വന്നിട്ടുണ്ട്. കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡബിൾ ഹൈറ്റ് കാണാവുന്നതാണ്. താഴെ നോക്കാൻ നേരത്ത് ഫ്രണ്ടിൽ നിന്നും ഭംഗിയായിട്ട് വുഡിൻ്റെ ടെക്സ്റ്റ് വന്നിട്ട് അതിൽ LED ലൈറ്റുകൾ, LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ചേർന്ന് തന്നെ ഫ്രണ്ടിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ താഴത്തെ ഡൈനിങ് സ്പേസിൽ നിന്ന് മേലേക്ക് നോക്കുമ്പോൾ ഭംഗിയുള്ളൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വുഡിൻ്റെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. താഴെ നിന്നും മേലേക്ക് വരുന്ന കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും വുഡിൻ്റെ ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിളും മേലെ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇതിൻ്റെ മേലെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റ് മൊത്തത്തിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. തെക്ക് പടിഞ്ഞാറ് വശമാണ്, കന്നിമൂലയാണ്. ഈ ഭാഗത്ത് വിൻഡോസിൻ്റെ ഡിസൈനും മാറ്റമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയും വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. സെറയുടെ തന്നെ വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് മാറ്റ് ടൈൽ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. 2 ടാപ്പും ഷവർ കോക്കും റെയിൻ ഷവറും ഹീറ്റിൻ്റെ പോയിന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭംഗി മാത്രമല്ല
സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് നമ്മൾ ബാൽക്കണി കണ്ടില്ല, നേരെ ബാൽക്കണിയിലേക്ക് വരാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ടഫ്ഡ് ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിലും ചെടികൾ വെക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മേഖലയാണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കണ്ടിരിക്കുന്ന അതേ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഈ ഭാഗം തെക്ക് ഭാഗമാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതി വരുന്നുണ്ട്. ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെയായിട്ടൊരു ചെറിയൊരു ബാൽക്കണിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ വരുന്നത് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷ് ബേസും വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, സെറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. ഇനി ഷവർ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്. ഇവിടെയായിട്ട് 2 ടാപ്പ് വരുന്നുണ്ട്, ഷവർ കോക്ക് വരുന്നുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് വരുന്നുണ്ട്, എക്സോസ്റ്റും വരുന്നുണ്ട്. ഫുള്ള് ടൈല് മാറ്റ് ടൈലാണ് വന്നിട്ടുള്ളത്. അപ്പം നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കാര്യം മിക്സായിട്ടുണ്ട്. ഈ കബോർഡ് ഭംഗിയായിട്ട് ഇവിടെ കബോർഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമും ബാത്റൂമും ബാൽക്കണിയും സീലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഷീറ്റ് ഇട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വാട്ടർ ലൈൻ വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്കിവിടെ കണക്ട് ചെയ്യാം. അലക്കി വിരിച്ചെടുക്കാൻ ഈ സ്ഥലം തന്നെ ധാരാളമാണ്. ഇനി പോരായെങ്കിൽ നമുക്കിങ്ങനെ മേലേക്ക് കയറാവുന്നതാണ്. സ്ക്വയർ ട്യൂബിലാണ് ഇതിൻ്റെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് മേലേക്ക് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അതും ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കണ്ടു. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ എല്ലാ ഡോറിന് മുന്നിലുമായിട്ട് പാനൽ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ജനലിനും ചുറ്റും പാനൽ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റൂട്ടിൽ നിന്നും 250 മീറ്റർ മാറിയിട്ട് ഒരു വില്ല പ്രോജക്റ്റിനകത്ത് 4 സെൻറ്റും 100 ലിങ്സും ഭൂമിയുണ്ട്. 2020 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. കിണർ വെള്ളം വരുന്നുണ്ട്. ഫ്ലഡ് ബാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലും കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബസ് റൂട്ടിലേക്കാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് പോകാൻ പറ്റും. കാക്കനാട് വളരെ അടുത്താണ്. എടപ്പള്ളിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. ആലുവയ്ക്ക് പോകാം, തൃപ്പൂണിത്തുറയ്ക്ക് പോകാം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ദിശയിലും സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. 80 ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ചോദിക്കുന്നത്. 80% ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.